എന്തോ നീ കിണ്ടിക്കൊണ്ടിരിക്കണത്? വാ നിറച്ച് വാരി വായിലോട്ട് വെച്ച്. എനിക്ക് മതി അമ്മ. കറി വല്ലതും വേണ? പറഞ്ഞാ മനസ്സിലാവൂലേ? അമ്മയും എന്റെ കൊച്ചിനെ ഇറക്കി വിട്ടിട്ട് എല്ലാം കൂടി ഇന്ന് സന്തോഷിക്കുന്നു. ഇവരൊന്നും ഒരു കാര്യം. എന്തിനാ അമ്മ ഇവരാവുന്നത്? പിന്നെ ഇതൊക്കെ കാണുമ്പോ ഞാൻ എന്തിനാണ് ചെയ്യേണ്ടത്? നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. പെറ്റ വയറിന് എന്റെ എണ്ണം മനസ്സിലാവുള്ളൂ. അതൊരു പാവം അമ്മയാണ് അമ്മ. അതുപോലത്തെ ഒരു അമ്മയെ കിട്ടുന്ന തപസ്യാണ്. പിന്നെ ഭയങ്കര പാവം തന്നെ അവര്. എന്നിട്ട് എന്താണ് അവരുടെ മക്കളെ വരച്ച് വരേണ്ടി നിർത്താത്തത്? അവര് പറഞ്ഞ അവൻ കേൾക്കൂലേ? എന്റെ അമ്മ, ആ അമ്മയ്ക്കാണെങ്കിൽ ഒരാളുടെ കാര്യത്തിൽ ഇടപെടുന്നതിന് ഒരു പരിധി ഉണ്ടറിയാമോ? എന്നിട്ട് എന്റെ കൂടെ നിന്ന് എന്റെ കാര്യത്തിൽ എന്തെല്ലാം ചെയ്തെന്നറിയാമോ? ആരും ഒന്നും ചെയ്യണ്ട. അവസാനം എന്റെ ക്ഷമ നശിക്കും. അപ്പൊ ഞാനൊരു ചെല്ലം കൂടി ചെല്ലും. എല്ലാത്തിനും പാഠം പഠിപ്പിക്കും ഞാൻ. അമ്മ ആരെ ഒന്നും പഠിപ്പിക്കണ്ട. അമ്മ പോയി കിടന്നുറങ്ങിയാണ്. നിന്നെ ഇവിടെ ഒറ്റയ്ക്ക് ഇരുത്തിട്ട് ഞാൻ പോയി കിടന്നുറങ്ങാനാ? എന്റെ അമ്മ, ഞാൻ എന്തിനാ ആത്മഹത്യ ചെയ്യുമെന്ന് പേടിച്ചില്ല. അല്ലാതെ എന്താണ് എന്റെ എണ്ണം? ഞാൻ അങ്ങനെ ചെയ്യൂല അമ്മ. ചെയ്യൂല. നീ കള്ളിയാണ്. നീ എന്റെ കണ്ണു വെട്ടിച്ച് അങ്ങനെ എന്തെങ്കിലും ചെയ്താ മക്കളൊരു കാര്യം മനസ്സിലാക്കിക്കോ. നിന്റെ പുറകെ നിന്റെ തള്ളയും വരും. അങ്ങനെ നിന്നെ ഒറ്റക്കാക്കിയിട്ട് ഞാൻ അങ്ങനെ പോവില്ല. ഗുണമേന്മയുള്ള ടേസ്റ്റി ഫുഡ് പ്രോഡക്ട്സ് ചന്ദ്രഹാസത്തിന്റെ പ്രത്യേകത. ഓക്കേ, ഇതെല്ലാം നല്ല ടേസ്റ്റാ. വേഗം മേടിച്ചോ. റെഡിയാണോ? നോക്കാം. പറയട്ടെ. 3, 2, 1. നമസ്കാരം. ഞാൻ സുഹാസിനി ചന്ദ്രഹാസൻ. ഞാനും എൻ്റെ കൊച്ചുമോളും കൂടെ അഭിനയിച്ച പരസ്യം ഇതിനോടകം നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമല്ലോ. ഞങ്ങളുടെ പ്രോഡക്റ്റ് ഇന്ന് മാർക്കറ്റിൽ ഇറങ്ങുകയാണ്. എല്ലാവരും തീർച്ചയായും അത് വാങ്ങി ഞങ്ങളുടെ ഈ സംരംഭത്തിന് പൂർണ്ണ പിന്തുണ നൽകി എല്ലാ പ്രോത്സാഹനവും തരണമെന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുന്നു. കണ്ണ് കണ്ടുണ്ടേടാ. എന്ത് കൊച്ചമ്മേ? എനിക്ക് കാണാം. കൊച്ചമ്മയെ കാണാം. നിൽക്കുന്നത് ഗ്രാമഫോൺ എല്ലാം എനിക്ക് കാണാം. എല്ലാം കാണാം. കണ്ടുടാ. ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ കൂടെ കയറി വന്ന എന്തിന്? വീണ്ടും ഷൂട്ടാ? ഇപ്പോഴും കഴിഞ്ഞല്ലേ ഉള്ളൂ ഒന്ന്. ഇതെന്തോ ഷൂട്ട് ചെയ്യുന്ന വീടായത്? അത് നമ്മുടെ പുതിയ പ്രോഡക്റ്റ് ഇന്ന് ലോഞ്ച് ആവുകയല്ലേ മാർക്കറ്റിൽ. അപ്പൊ അതിനു മുമ്പ് അമ്മയുടെ ഒരു ബിറ്റും കൂടെ കയറ്റി അയക്കാന്ന് വിചാരിച്ചു. മാർക്കറ്റിംഗില് നമ്മൾ നല്ല രീതി ചെയ്താലേ നമുക്ക് മാർക്കറ്റ് പിടിക്കാൻ പറ്റും. എടാ പൊന്നു കുഞ്ഞെ, ഇത് ആരോടെ പറയുന്ന നീ ഇതൊക്കെ? ഇവരിതിന്റെ ABCD അറിയാവോ? ഓ കഷ്ടം. നീ ഒന്നും കൂടെ വൃത്തിയായിട്ട് എടുക്കാൻ നോക്കത്. അയ്യോ, അതിന്റെ ആവശ്യമില്ലമ്മ. മുത്തൊണ്ണം പറഞ്ഞതിന് മുമ്പ് തന്നെ ഞാൻ ഓഫ് ആക്കിക്കണം. ഓ ദൈവാധീനം. ഇതാ പെട്ടെന്നുണ്ടോ പോസ്റ്റ് ചെയ്. പോസ്റ്റ് ചെയ്യാൻ പറ്റേ. പരസ്യചിത്രത്തിലും എന്നെ അഭിനയിപ്പിച്ചില്ല. ഇതിലെ എന്റെ ഒരു 2 വരി പാട്ടെങ്കിലും. പാട്ടാ? എന്തോന്ന് പാട്ട്? പരസ്യപ്പാട്ട്. പരസ്യപ്പാട്ടും കൂടെ ഇതിനകത്ത് ചേർത്തുണ്ടല്ലോ, സൂപ്പർ ആയിരിക്കും. എന്റെ ദൈവമേ. അല്ലമ്മ, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം. നല്ലതാണെങ്കിൽ നമുക്ക് ചേർക്കാമല്ലോ. അതെ. എടാ കുഞ്ഞെ, നീ ഇതെന്തോ പറഞ്ഞ ഇവന്റെ ഈ ഉളുപ്പം പാട്ടോ? അതേ കേക്ക്. കൊച്ചമ്മ കാര്യം ചെയ്യും. കോടികൾ മുടക്കി AR റഹ്മാൻ വെച്ചിട്ട് പാട്ടി ഞാൻ ഫ്രീ ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിന് ഇത്തിരി വില തരണം. അതെ, അത് കോടികൾ മുടക്കി AR റഹ്മാനെ വരുത്തുമ്പോഴേ കോടികൾ തിരിച്ചു കിട്ടും. നിന്നെ വെച്ച് പഠിച്ചാൽ നാട്ടുകാരുടെ നല്ല കിട്ടും. അതാ വ്യത്യാസം. എന്താണിത്? കൊച്ചമ്മ മനസ്സങ്ങ് മടിപ്പിക്കുകയാണ് കേട്ടാ. പിന്നെ ഞാൻ പാട്ട് പാടാം. ചന്ദ്രഹാസം പുട്ടുപൊടിയിൽ പുട്ടുണ്ടാക്കാൻ എന്ത് രസമാ. ചന്ദ്രഹാസം പുട്ടുപൊടിയിൽ പുട്ടുണ്ടാക്കാൻ എന്ത് രസമാ. അരിപ്പുട്ട്, ഗോതമ്പ് പുട്ട്, ചമ്പാപ്പുട്ട് ഹൊയ്. അരിപ്പുട്ട്, ഗോതമ്പ് പുട്ട്, ചമ്പാപ്പുട്ട് ഹൊയ്. അരിപ്പുട്ട് ഇഷ്ടപ്പെടുന്നവർക്ക്, കൊതിയുള്ളവർക്ക് എല്ലാവരും വാങ്ങിക്കൂ. എല്ലാവർക്കുമായി ഞങ്ങൾ ഇറക്കുന്നു ചന്ദ്രഹാസം പുട്ടുപൊടി. അരിപ്പുട്ട്, ഗോതമ്പ് പുട്ട്, ചമ്പാപ്പുട്ട് ഹൊയ്. അരിപ്പുട്ട്, ഗോതമ്പ് പുട്ട്, ചമ്പാപ്പുട്ട് ഹൊയ്. എങ്ങനെയുണ്ട്? ഈ ഉളുപ്പം പാട്ട് കേട്ടപ്പോ നിനക്ക് തൃപ്തിയായാലോ? ഞാൻ ആദ്യമേ പറഞ്ഞു നിന്നോട്. എന്റെ കുഞ്ഞെ, ഇവനെ എങ്ങോട്ടെങ്കിലും ഒന്ന് ഓടിച്ചു വിട്ടെങ്കിലേ മനുഷ്യന് മനസമാധാനം കിട്ടും. എനിക്ക് വയ്യ ഇനി പറയാൻ. കാപ്പിയും കൂടെ എടുത്തോണ്ട് പോ. എടുത്തോളാം. കുഞ്ഞേ, നമ്മളെ കൊച്ചമ്മയ്ക്ക് ഇപ്പോഴത്തെ ട്രെൻഡ് അറിയില്ല. അതാണ് ഈ പ്രശ്നം. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായോ? അപ്പൊ നമുക്ക് ഉൾപ്പെടുത്താലോ. എന്നിട്ട് നമുക്ക് മധു ബാലകൃഷ്ണൻ വെച്ചിട്ട് പാടിക്കും. അതാവുമ്പോ സൂപ്പറായിരിക്കും. പക്ഷെ ഒരു ചെറിയ കുഴപ്പമുണ്ടെണ്ണ. എന്താണ് കുഴപ്പം? അണ്ണ പുട്ടുപൊടിയെ കുറിച്ചല്ലേ പാടിയത്? അതെ, പുട്ടുപൊടി പാട്ടാണല്ലോ. അരിപ്പുട്ട്, ഗോതമ്പ്. വേണ്ട വേണ്ട, മനസ്സിലായി. പക്ഷെ ചന്ദ്രഹാസൻ ഗ്രൂപ്പേ പുട്ടുപൊടി ഇറക്കുന്നില്ല.
അല്ല ഈ പാട്ടിന് വേണ്ടിയിട്ട് ഒരു 2 പാക്കറ്റെങ്കിലും ഇറക്കാല്ലോ. അയ്യോ, പാട്ടിന് വേണ്ടിയൊക്കെ ഒരു പുട്ടുപൊടി ഇറക്കാന്ന് പറഞ്ഞ റിസ്ക് അല്ലേ അണ്ണാ? അല്ല റിസ്ക് ഇല്ല. ഞാൻ എത്ര പാക്കറ്റ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ മില്ലിൽ പോയി പൊടിച്ചോണ്ട് വരാം. അല്ല വേണ്ട, ഞാൻ പറയാം ഇറക്കണ സമയം. ഒന്ന് പറയണത് എന്തോന്ന് ഇറക്കുന്നത്? ആരിപ്പുട്ടു, ഗോർണപുട്ടു, ചമ്പാപ്പുട്ടു. എന്റെ അച്ചു, ഞാൻ പറയുന്നൊന്നും നീ കേൾക്കാതെയും എന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കിക്കഴിയുവാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമാണ്. നീ ചുമ്മാ അമ്മ പറയുന്ന വാശിക്കൊന്നും കൂടെ നിൽക്കല്ലേ. ഞാൻ അങ്ങോട്ടൊരു കാര്യം പറയാം. ഇമ്മീഡിയറ്റ് തന്നെ രജിസ്റ്റർ മാരേജ് ചെയ്യാനുള്ള അറേഞ്ച്മെന്റ് ഞാൻ ചെയ്യാൻ പോവാണ്. തിരക്കാ? എന്തോന്ന് തിരക്ക്? ഞാൻ പറയാറും കേട്ടാ മതി. ഹലോ ഹലോ, കട്ട് ചെയ്തല്ലേ? എല്ലാവർക്കും മട്ട എന്ന് തോന്നണം. ആ, എനിക്ക് നിന്റെ അടുത്ത് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എനിക്കും ഏട്ടന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് പറയാനുണ്ട്. എന്നാ നീ പറ. അല്ല, ഏട്ടൻ പറ. കുഴപ്പമില്ലടാ, നീ പറ. ഏട്ടൻ പറഞ്ഞിട്ട് ഞാൻ പറയാം. ഓക്കെ, എന്നാ ഞാൻ പറയാം. നിനക്കറിയല്ല, ഇപ്പൊ കമ്പനിയിൽ എനിക്ക് ഓവർ വർക്ക് ലോഡാണ്, അറിയല്ല. അപ്പൊ പുതിയതായിട്ട് തുടങ്ങാൻ പോണ പ്രൊഡക്ഷൻ യൂണിറ്റിന്റെയും ഡിസ്ട്രിബ്യൂഷന്റെയും കാര്യം നീ നോക്കിയേ പറ്റൂ. വെരി സോറി ചേട്ടാ. അമ്മ എന്റെ അടുത്ത് പരസ്യത്തിന് ചുക്കാൻ പിടിക്കാൻ പറഞ്ഞു. അത് ഞാൻ മര്യാദയ്ക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്റെ കാര്യങ്ങൾ എന്നെ ഫോർവേഡ് ചെയ്യാതെ ഈ കുടുംബത്തിന് വേണ്ടി ഒരു കാര്യം ഞാൻ ചെയ്തില്ല. എടാ, അത് നിന്റെ കാര്യം ഞാൻ അല്ലല്ലോ നോക്കേണ്ട, അമ്മയല്ലേ. അങ്ങനെയാണെങ്കിലേ കമ്പനിയുടെ ഒരു കാര്യം പറഞ്ഞോണ്ട് എന്റെ അടുത്തോട്ട് വരണ്ട. ഉറപ്പാണ്? ഉറപ്പ്. ഉറപ്പാണല്ല? അതെ. ഇനി നീ 5000 ചോദിച്ചോണ്ട് എന്റെ അടുത്ത് വാ, ഞാൻ അപ്പൊ കാണിച്ചു തരാം. എടാ, ലോകത്ത് ഇതുപോലെ ചേട്ടനെ ക്രൂശിച്ച ഒരു അനിയന്മാരെ ഞാൻ കണ്ടിട്ടില്ല. ദ്രോഹി. ദ്രോഹിയാ? ഞാൻ മഹാദ്രോഹിയാ ഏട്ടാ. എന്റെ അടുത്ത് ആൾക്കാർ എങ്ങനെയാണോ പെരുമാറുന്നത് അതേ രീതിക്ക് ഞാൻ തിരിച്ചും പെരുമാറത്തുള്ളൂ. അപ്പൊ നീ സഹായിക്കൂല? ഇല്ല. ഉറപ്പാണല്ലേ? ഉറപ്പ്. ഓക്കെ. ഏട്ടാ കാപ്പി കുടിക്കാം. എനിക്കൊന്നും വേണ്ട നിന്റെ കൂടെ കാപ്പി. അവൻ നിൽക്കും, അവന്റെ കൊടുക്കും. എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോണ? ഏട്ടത്തി, ഈ വീട്ടിലുള്ള എല്ലാ ആൾക്കാരും ഉണ്ടല്ലോ സെൽഫിഷ് ആണ്. സ്വന്തം കാര്യം സിന്ദാബാദ് ചിന്തിക്കുന്ന ആൾക്കാർ. ബാക്കിയുള്ളവരുടെ മനസ്സറിയാൻ ആരും ശ്രമിക്കത്തില്ല ഇവിടെ. എന്റെ ശരിയാടെ, ഏത് നിലയിലെത്തണ്ടായിരുന്നല്ലേ ഞാൻ. ഇപ്പൊ ഇതേ ചായയും കാപ്പിയൊക്കെ ഉണ്ടാക്കി ഇവിടെ നിൽക്കണു. ഇതിനി അങ്ങനെ വിട്ടുകളയാൻ പറ്റത്തില്ല. ഒരു പാല് വിട്ട് കഴിഞ്ഞല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. പാലോ? അപ്പൊ നീ എന്റെ കാപ്പിയുടെ കാര്യല്ലേ പറയണേ? അയ്യോ, ഇവിടെ ആനക്കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഏട്ടത്തിന് ഒരു കാപ്പിയുടെ കാര്യം. ഇവരിത് എന്തൊക്കെയാ പറയണേ? ഞാൻ എന്ത് ചെയ്തു? ഇങ്ങനെ എന്തിന്റെ കുഴപ്പം? വെറുതെ കടന്ന് വിളിച്ചോണ്ടിരിക്കും. ശല്യം. ബെല്ലുണ്ടല്ലോ, എടുക്കുന്നില്ല. ഇങ്ങനെ എന്തിനാ കടന്ന് വിളിക്കുന്നത്? അമ്പോണ്ട, ഞാൻ പറഞ്ഞില്ലേ ഞാൻ അമ്മയെ കൊണ്ട് ആശുപത്രി പോകുന്നു. പിന്നെ എന്തിനാ ഇങ്ങനെ നടന്ന് വിളിച്ചോണ്ടിരിക്കും നിങ്ങൾ? വല്ലാത്ത ഗതികേട് തന്നെ കേട്ടോ നിങ്ങളുടെ കാര്യം. ഈ പാർക്കാണോ നിന്റെ അമ്മയെ കൊണ്ടുവന്ന ആശുപത്രി? അയ്യോ അമ്പോണ്ട. അമ്പണല്ല, അമ്പണന്റെ പ്രേതം. നീ എന്തിനാ വിളിച്ച ഫോൺ കട്ട് ചെയ്ത്? അത് പിന്നെ ഞാൻ വെറുതെ വെറുതെ ഒരു ഫ്ലോയിൽ അങ്ങനെ വന്നതാണ്. ഈ ഫ്ലോ കുറച്ചാളായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാ? ഇപ്പൊ നമ്മളെ കാണുമ്പോ ഒരു ഒഴിവാക്കലും ഒരു അവഗണനയൊക്കെ. നീ ഫോൺ കട്ട് ചെയ്ത് എന്താ കാര്യം പറ? ഇല്ല, ഞാൻ എന്തായാലും ആശുപത്രി പോകാൻ വേണ്ടി ഇരുന്നേ, ഇറങ്ങായിരുന്നപ്പോഴാണ്. കൂടുതൽ കിടന്ന് ഉരുളല്ലേ? നീ കൂടുതൽ ഉരുളാതെ. ഞാൻ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ നീ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാലും ഞാൻ അറിഞ്ഞു. നീ കട്ട് ചെയ്ത കാര്യം പറ. കട്ട് ചെയ്തത് പിന്നെ വേറൊന്നുമല്ലണ്ണ. സുരഭിയെ തിരിച്ച് ചന്ദ്രാസിലോട്ട് കയറ്റാനുള്ള കുറച്ച് ഐഡിയൽ കുറച്ച് സിനിമകൾ കണ്ട് ഞാൻ ഒന്ന് പഠിക്കുകയായിരുന്നു. ഓ, അപ്പൊ സിനിമക്കാരുമായിട്ടാ കമ്പനി. അപ്പൊ ഇത്രയും നാള് ഞാൻ പ്ലാൻ ചെയ്ത ഐഡിയോടാ. അതുകൊണ്ടാണ് ഇവിടെ വരെ എത്തിയത്, അറിയാവോ? ചില്ലറല്ല അവളെ കാണാൻ വേണ്ടിട്ട് അവിടെ പുറകെ നടക്കാൻ വേണ്ടി എന്റെ തലമണ്ട പോഞ്ഞത്. ഇനി വന്നേരും. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. വിട് പ്ലീസ്. എനിക്കിപ്പോ ഞാൻ ശല്യമല്ലേ? എടാ, എന്റെ ആശയല്ലേ ശല്യം എന്ന് പറഞ്ഞാൽ ഞാൻ സഹിക്കും. പക്ഷെ നീ പറഞ്ഞോ കുത്തി വലിക്കടാ. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഞാൻ പറയുന്നത് കേൾക്കില്ല. എന്ത് ലീവ്? ഒരു ലീവും ഇല്ല. അങ്ങനെ വലിയ ശാല അമ്പുജൻ 6 മുമ്പ് അങ്ങനെ ലീവാ നിക്കത്തില്ല. എന്തുകൊണ്ടാ? നമുക്ക് പ്ലാൻ ചെയ്യണം. ഒരു പ്ലാനിങ്ങും ഇല്ല. നീ ഷാജി കൈലാസിനെയോ പ്രിയദർശനെയോ ജോഷിയൊക്കെ വിളിച്ച് പ്ലാൻ ചെയ്യും. അവരെ കാണാനല്ലോ ഇപ്പൊ നിന്റെ കമ്പനി കൊണ്ടുതരും കേട്ടോ. നിങ്ങൾ അവരെയൊക്കെ ഇതിനകത്ത് പിടിച്ചിടുന്നു.
ചേടാ ഇത് വലിയ പോടാ, പോടാ. ഒന്ന് മിണ്ടായിരിക്കാൻ പറ. വീട്ടിൽ ആലപ്പായിട്ടാണ് ഇങ്ങോട്ട് അറിയും. തൊഴിലുറപ്പെന്ന് പറഞ്ഞു കുണു കുണു കുണു. അവരായിരിക്കുന്ന ഇവിടെ നിർത്തിയത്. എന്നാലും ഇത്രയും വലിയ വീട്ടിൽ നീ മരുമോളായിട്ട് കയറിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. നീ രക്ഷപ്പെട്ടല്ലോ എന്ന് ഓർത്തപ്പോൾ. എന്നാലും ഇങ്ങനെയൊക്കെ വരുമെന്ന് നീ ഒരിക്കലും വിചാരിച്ചില്ലടി. എന്തൊരു വിചാരിക്കാൻ എടി, വലിഞ്ഞേറി പോകുന്ന വീടുകളിൽ നമുക്കൊരു വില ഉണ്ടാവൂലടി. ആ വീട്ടിലാണെങ്കിൽ അവിടുത്തെ അമ്മ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഞാൻ അവിടുത്തെ ഒരു വേലക്കാരിയാണ്, അറിയാമോ? ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നിന്റെ അടുത്ത പരിപാടി എന്തൊരു പരിപാടി? വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോഴാണ് ഞാൻ നിന്നെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. പാവം നിന്റെ അമ്മയും കൂടെ കരയിക്കല്ലാതെ ഒരു ലാഭവും ഇല്ല. ഏതൊക്കെ എനിക്ക് അറിയാടി. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങളുണ്ടെന്തെങ്കിലും പറയാം. ഇപ്പൊ അതൊന്നുമില്ല. എടി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാടി ശരിയാവുന്നേ? നിനക്ക് നിന്റെ പഴയ ജോലി ഒന്ന് നോക്കിക്കൂടെ? എന്തൊരു തയ്യലാ? പിന്നെ ഒന്നത് ആ തയ്യൽ മെഷീൻ ചന്ദ്രാസൻ വീട്ടിൽ കിടക്കണം. ഞാൻ എന്തിനാ അവിടെ പോയി എടുക്കാനാ? അതവിടെ പോയി എടുത്തോണ്ട് പറഞ്ഞു. എങ്ങനെയാ എടി? പിന്നെ അതിനേക്കാളും ഞാൻ വല്ല ട്രെയിനിൽ പോയി തലവെക്കണേന് നല്ലത്. എടി ഇങ്ങനെയൊക്കെ നോക്കിയാൽ വല്ല ജീവിക്കാൻ പറ്റുമോ? എടി ചെറ്റക്കുള്ളിൽ കിടക്കണമെങ്കിൽ എനിക്ക് കുറച്ച് അഭിമാനമുണ്ട്. എന്തായാലും ആ ഒരു പണിക്ക് എന്നെ കിട്ടത്തില്ല. ഓ എനിക്ക് മനസ്സിലായി നീ പറയുന്നേ. എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളടി നിന്റെ വിഷമം കണ്ട്. കുഴപ്പമില്ല. അല്ല നീ ഇപ്പൊ ഇനി എവിടെ പോണ? ഞാൻ ജോലിക്ക് പോന്നു. എന്തൊരു ജോലിക്ക്? നിന്റെ കമ്പനിയില്. എന്റെ കമ്പനിയിലാ? എടി ചന്ദ്രഹാസത്തിൽ പുതിയ പാക്കിംഗ് കൊണ്ട് തുടങ്ങിയായിരുന്നു. മീനും അച്ചാറും നൂഡിൽസും എല്ലാം ഉണ്ട്. ഞാനും കുറച്ച് പെണ്ണുങ്ങളൊക്കെ അവിടെ ജോലി ചെയ്യുന്നേ. എടി എനിക്ക് അവിടെ എന്തെങ്കിലും പണി വാങ്ങിച്ചു തരാൻ പറ്റുമോ? എടി നിനക്കോ? എടി നീ അവിടെ വന്നാ അവര് അറിയത്തില്ലേ? എന്ത് അറിഞ്ഞപ്പോ എന്ത്? ഞാൻ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാനല്ലേ ഞാനും പറഞ്ഞത്. അതിനിപ്പോ എന്താ പ്രശ്നം? എടി അവര് സമ്മതിക്കോ അത്? നീ എങ്ങനെയെങ്കിലും നോക്ക് കേട്ടോ. ഞാൻ പോയി നോക്കിയിട്ട് പറയാം. ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് അറിയാല്ല. അമ്മയ്ക്കാണെങ്കിൽ ഒട്ടും വയ്യ, അച്ഛനാണെങ്കിൽ ഇവിടെ ഇല്ലേ. നോക്കടി ഒന്ന് നോക്കോ? ഞാൻ നോക്കിയിട്ട് പറയാം. നീ ചെല്ലി, പിള്ളേര് സ്കൂളിൽ നിന്ന് വിട്ടു വന്നാ. എടി അത് പറഞ്ഞപ്പോഴാ ഓർത്തേ. എടി ഫസ്റ്റ് നൈറ്റിലേ പ്രതീക്ഷയോട്ട് നല്ല നടന്നായിരുന്നു. ഒന്ന് പോയാണെനിക്ക്. ഞാൻ ആ അടുക്കള വശത്താണ് കിടന്നത്. പ്രതീക്ഷ അങ്ങ് മുകളിൽ. ഒന്ന് പോയേ. ഇപ്പോ പിള്ളേര് വന്നാണ്. സുഖാണോ സുരഭി? അവിടെ നിന്ന് കൂടുതൽ പരം കണ്ട കേട്ടാ. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. എന്തോടി നിങ്ങളെ ഈ കെട്ടിയിട്ടുണ്ടല്ല, ഇങ്ങനെ ആ മുടിയിലും കൂടെ ചേർന്നിട്ടാണ് എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി തന്നത്. ഞാൻ അറിഞ്ഞില്ല. ആ എന്തോ മനുഷ്യ കാണിച്ചു വെച്ചേ? സുരഭി ഞാൻ കൂടെ ഉണ്ടായിരുന്നു കൂടുതൽ സംസാരിക്കണ്ട. ഞാൻ ഒന്നും അറിഞ്ഞില്ല. കൂടുതൽ തള്ളണ്ട. ഇതൊക്കെ എന്റെ മുടിയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഞാൻ അറിഞ്ഞില്ല. അവിടെ എന്താണ് പഴയ പോലെ ഇവിടെ വീട്ടിൽ കൊണ്ട് കയറ്റിയില്ലെങ്കിലും ഉണ്ടല്ലോ മനുഷ്യ, അതാണ് നിങ്ങൾക്ക് പച്ചവെള്ളം ഞാൻ തരത്തില്ല. പറഞ്ഞ കേട്ടല്ല. സെറ്റാക്കാതെ എന്ത് സെറ്റാക്കാന്ന്? അതിന്റെ വഴികൾ നമ്മൾ കണ്ടെത്തിയിട്ടേ. പിന്നെ ഇതൊന്നും കാണൂല. നിങ്ങൾ പട്ടിണിക്കിട്ട് കൊല്ലുവോള്. ഞാൻ പോണേടി. പോയിട്ട് നീ വീട്ടിലോട്ടാന്നോടി? ഞാൻ വീട്ടിലോട്ടല്ല, ഞാൻ പണിക്ക് പോവാ. വല്ല പണി ഉണ്ടോന്ന് പോയി നോക്ക് മനുഷ്യ. ഇന്ന് പണിയില്ല ആശ. പണിക്ക് പോയാലും ഇല്ലേലും വൈകിട്ട് 500 രൂപ എനിക്ക് കിട്ടണം. പണിക്ക് പോയാലും ഇല്ലേലും 500 കിട്ടണമെന്ന് ചോദിക്കാൻ പൈസ എടുത്തു. ഞാനിന്ന് മാജിക് മാലു പണിയില്ല. ഇപ്പൊ ആരെ കൊത്തി വരിക്കും? അമ്മ, നമ്മുടെ അനിയൻകുട്ടി ഈ പ്രൊഡക്ഷൻ ഇതും നോക്കത്തില്ലെന്നാ പറയുന്നത്. അമ്മയ്ക്ക് അറിയാലോ ഞാൻ ഇവിടെ എന്തുമാത്രം വർക്ക് സ്ട്രെസ് അനുഭവിക്കണം എന്നുള്ളത്. അതിൻ്റെ ഇടയിൽ കൂടെ ഇനിയിപ്പം ഇതും കൂടെ നോക്കാൻ എന്നെ കൊണ്ട് പറ്റൂലമ്മ. നീ ഒന്ന് സമാധാനപ്പെടും പ്രശോഭേ. നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. അല്ല അവരെന്താ പറയുന്നത്? അവൻ പറയും പോലെ കേട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ പറയും പോലെ അവനും കേൾക്കൂലെമ്മ. അത് അവൻ പറഞ്ഞത് ശരിയല്ലേ അമ്മേ? അതെ, ലക്ഷ്മിയുടെ ശരിയല്ലേ എന്റെ ശരി. പ്രശോഭേ, ഈ അടിച്ച വഴി പോയില്ലെങ്കിൽ പോയ വഴിയെ അടിക്കാന്നൊരു ചൊല്ലുണ്ട്. നീ കേട്ടിട്ടുണ്ടോ? ഉണ്ടെന്ന് തോന്നണമ്മ. തോന്നുന്നമ്മ. നീ ഇനി ആ വഴി പരീക്ഷിക്കുന്നത് അത് നല്ലത്. അല്ല അതെനിക്ക് മനസ്സിലായില്ല അമ്മ എന്താ ഞാൻ ഉദ്ദേശം? പറഞ്ഞുതരാം. ഇഞ്ഞു വാ.
കൊള്ളാം അമ്മ. ആ അതേ നടക്കൂ. എന്താ ഞാൻ കേട്ടില്ല. അയ്യോ കേൾക്കാതിരിക്കാനാ രഹസ്യമായിട്ട് പറഞ്ഞേ, കേൾക്കാനാണെ കുറച്ച് പറഞ്ഞാ പോരെ. അയ്യോ അല്ല പ്രശോഭേ, അമ്മ. നിന്റെ കാർ എടുത്തിട്ട് 3 വർഷത്തിന് മുകളിലല്ലേ? അതെ അമ്മ. ആ നമുക്ക് അതങ്ങ് മാറ്റി ഒരു പുതിയ വണ്ടി എടുക്കാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കമ്പനിയുടെ ആവശ്യങ്ങൾക്ക് അത് ഒരു പുതിയ വണ്ടി ഉള്ളതും നല്ലതാ. പിന്നെ നിനക്കും അതല്ലേ സൗകര്യം, കുറെ കാലം കൊണ്ടില്ല പഴഞ്ഞ വണ്ടി കൊണ്ട് നടക്കല്ലേ. ആ അത് കൊള്ളാം. കൊള്ളാം. ആ ഇവിടെ ബാക്കിയുള്ളവർ എന്ത് ചെയ്ത് കഴിഞ്ഞാലും വലിയ വിലയൊന്നുമില്ലല്ലോ. ആയിക്കോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ എന്റെ കാര്യം ഞാൻ തന്നെ നോക്കണം. അല്ലപ്പോ നമ്മളെ കെയർ ചെയ്യുന്നതല്ലേ നമ്മൾ കെയർ ചെയ്യും. വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുപോലെ മോനെ, ഈ പാക്കിംഗ് യൂണിറ്റ് കംപ്ലീറ്റ് റെഡിയായോ? അമ്മ പാക്കിംഗ് യൂണിറ്റ് കംപ്ലീറ്റ് സെറ്റാണ്. ആ. കുടുംബശ്രീന്ന് കുറച്ച് പേര് അവിടെ പ്ലേസ്മെന്റും കൊടുത്തിട്ടുണ്ട്. ബ്രില്യന്റ് ഐഡിയ. താങ്ക് യു. അവരാമതാൽ ഒന്നാം തരമായിട്ട് പണിയെടുത്തു. ഗുഡ്, വെരി ഗുഡ്. അയ്യോ കഷ്ടം. ഇതാണോ വലിയ ബ്രില്യന്റ് ഐഡിയ അമ്മ? ഇതൊക്കെ ഏത് പൊടണം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളമ്മ. ആണോ? പിന്നെ നീ എന്താ അത് ചെയ്ത് കാണിക്കാത്തത്? എടാ ഈ മടിയന്മാരെല്ലാം ഇങ്ങനെ ഇരുന്ന് കുറ്റം പറയാനേ കൊള്ളാവും. അമ്മ എനിക്ക് എക്സാമിന് പഠിക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ അയ്യോ പിന്നെ 24 മണിക്കൂർ അവൻ വിട്ടിരുന്ന് ഇങ്ങനെ പഠിക്കുവാ, നമ്മൾ കണ്ടോണ്ടിരിക്കുമല്ലയോ. അമ്മ ഇത് മടിയൊന്നുമല്ല. ഇവൻ അമ്മ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് നല്ല അസൂയുണ്ട്. അസൂയ ഏട്ടാ? അസൂയ വരാൻ വേണ്ടിട്ട് എന്ത് മഹാകാര്യമാണ് ഏട്ടൻ ചെയ്തതെന്ന് പറഞ്ഞുതരാമോ? എടാ യുദ്ധകാല അടിസ്ഥാനത്തിലെ അവിടെ ഒരു കമ്പനി തുടങ്ങാനും അവിടെ ആളെ പ്ലേസ്മെന്റ് ചെയ്യാനും അവിടെ നിന്ന് പ്രോഡക്റ്റ് പോകാനും കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. അതെ, ഇതൊക്കെ എനിക്കും പറ്റും അമ്മ. പറ്റും പറ്റും പറ്റും. നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല എന്റെ കുഞ്ഞെ. ചുമ്മാ ഇരുന്ന് ഇങ്ങനെ വെറുതെ എന്തിനാ ഈ വാചകം അടിക്കുന്നേ? ആര് പറഞ്ഞു പറ്റത്തില്ലെന്ന്? അമ്മ ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് മീ. അതാണ് എനിക്ക് ആരും തന്നെ പറയാനുള്ളത്. ഒറ്റ ദിവസം കൊണ്ട് പരസ്യം ഷൂട്ട് ചെയ്ത് കമ്പനിക്ക് ഔട്ട് ഇറക്കാൻ പറ്റുമെങ്കിൽ ഇതൊക്കെ വെറും നിസ്സാരം അമ്മ, നിസ്സാരം. എടാ ഇവിടെ ഇരുന്ന് നിസ്സാരം എന്നൊക്കെ പറയാം. നീ പരസ്യം ഷൂട്ട് ചെയ്ത് ഇറക്കിയതല്ലേ എന്നല്ല ഈ കാര്യങ്ങൾ. ഇതൊക്കെ കുറച്ചും കൂടെ ആധികാരികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്റെ പ്രശോഭയെ വിട്ടേരെ. ഇവൻ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവുകയില്ല, ഒട്ട് കേട്ടാലൊട്ട് അറിയത്തുമില്ല. അങ്ങനെ നിങ്ങൾ എന്നെ കൊച്ചാക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ എനിക്കും പറ്റും. എന്താ സംശയം ഉണ്ടോ? സംശയമുണ്ട്. അങ്ങനെയാണെങ്കിലേ തുടങ്ങാൻ പോകുന്ന പുതിയ ചന്ദ്രഹാസിന്റെ ഔട്ട്ലെറ്റ് ഈ പ്രതീക്ഷ നോക്കും. നീ ഇങ്ങനെ കിടന്ന് ആവേശം കാണിച്ചിട്ടൊന്നും കാര്യമില്ല. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റൂല. ഓ അങ്ങനെ എന്നെ പുച്ഛിക്കൊന്നും വേണ്ട. ഇതേ പ്രതീക്ഷിന്റെ വാശിയാ. വാശി തോപ്പിക്കാൻ ഇവിടെ ആരും വളർന്നൊന്നുമില്ല. ഓ ചലഞ്ചാണോ? അതെ ചലഞ്ച് തന്നെ. ആണോ? ആ നമുക്ക് നോക്കാം. അങ്ങനെ അമ്മ എന്നെ ജഡ്ജ് ചെയ്യണ്ട. ഞാൻ കാണിച്ചു തരാം. എടാ കഴിച്ചിട്ട് പോടാ. ഞാൻ പറഞ്ഞില്ല. അല്ല നിങ്ങൾ എന്തിനാ ചിരിക്കണേ? അയ്യോ എന്റെ ലക്ഷ്മി, നിനക്ക് ഒന്നും മനസ്സിലായില്ലേ? ഓ എന്റെ പ്രശോഭ, നിന്റെ ഭാര്യക്ക് ഇത്രയും ബുദ്ധിയില്ലേടാ. അത് പിന്നെ അമ്മയ്ക്ക് അറിഞ്ഞൂടെ, പണ്ടേ അവർക്ക് അതില്ലെന്ന്. ഏട്ടാ അടി കൊച്ചേ, ഇത്രയും കാലം നമ്മൾ പ്രതീക്ഷയോട് ഈ കമ്പനി ഏറ്റെടുത്ത് നടത്തുന്ന കാര്യം പറഞ്ഞപ്പോ അവൻ ഇങ്ങനെ തർക്കിച്ച് അത് ഇതെല്ലാം വഴുതി പോട്ടിരുന്നില്ലേ? ഇല്ലേ? ശരിയാണല്ലോ. അതേ കാര്യം ഇപ്പൊ വേറൊരു രീതിയിൽ പറഞ്ഞപ്പോ അവൻ അംഗീകരിച്ചില്ലേ? ആ അതാ പറഞ്ഞത്. ഇപ്പൊ അവന്റെ മൂക്ക് കയറി എന്റെ കയ്യില. ഞാൻ പിടിക്കുന്ന വഴിയെ അവൻ വരും. മനസ്സിലായോ? ആ ഇനി മനസ്സിലായില്ലെങ്കിൽ നീ പറയും ഓർഡറാവും. അയ്യോ ഏട്ടാ ഇതെന്താ അമ്മ മൂക്ക് കയറെന്നൊക്കെ പറഞ്ഞേട്ടെ? എടി അമ്മ ഇത്രയും പറഞ്ഞിട്ട് അബദ്ധോ? അച്ഛൻ ഇന്ന് വിളിച്ചില്ലല്ലോ, പിന്നെന്താ അബദ്ധം പറ്റിയ അച്ഛനെ?